അമ്പലപ്പുഴയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി സുധാകരന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ ഷാഫി പറമ്പിൽ ആ നാട് മുഴുവൻ ആവേശം കൊള്ളിക്കുകയായിരുന്നു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും രാഷ്ട്രീയ പകപോക്കലുകൾക്കും കേരളത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ജി സുധാകരന്റെ പ്രവർത്തനങ്ങളെ ചെറ്റത്തരം എന്ന് വിളിച്ചവർക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഷാഫി പ്രതികരിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ വ്യക്തിത്വത്തെ ഹനിക്കാൻ ശ്രമിക്കുന്നവർക്ക് അമ്പലപ്പുഴയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുൻപ് NK പ്രേമചന്ദ്രനെ അധിക്ഷേപിച്ചപ്പോൾ ഉണ്ടായതിന് സമാനമായ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ഈ സാഹചര്യത്തിലും ആവർത്തിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ജി സുധാകരനെ വിജയിപ്പിക്കുക എന്നത് UDF പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും പാർട്ടിക്കാരെക്കാൾ ഉപരി ജനങ്ങൾ ആരെ ആഗ്രഹിക്കുന്നു എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അപ്പുറം വ്യക്തിബന്ധങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ജനകീയ നിലപാടാണ് ഷാഫി പറമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തായാലും ആ പ്രകടനവും അതിനുശേഷമുള്ള ഷാഫിയുടെ ആ പ്രതികരണവും നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. സാർ, അങ്ങയുടെ പ്രവൃത്തിയെ ചെറ്റത്തരമെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെകിടത്തിട്ടടി കേരളം കൊടുക്കുമെന്ന കാര്യത്തിന് ഒരു സംശയമാണ്. അത് കൊടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ റോഡ് ഷോ പോവാനുണ്ട്. ഇത് സുധാകരൻ സാറ് സ്വതന്ത്രനായി നിന്ന് ആ ജനാധിപത്യ പോരാട്ടത്തിന് നമ്മൾ അതിനൊരു പിന്തുണ കൊടുക്കുമ്പോഴത്തേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറ്റത്തറ. എനിക്കത് കേട്ടപ്പോ ആദ്യം ഓർമ്മ എന്താണെന്നറിയാം സാറേ, എനിക്കത് കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ പ്രേമചന്ദ്രനെ ഇതുപോലെ ഒരു പേര് പുള്ളി വിളിച്ചതിന് ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും പുള്ളിയുടെ ഭൂരിപക്ഷം വെച്ചടി മേലോട്ടാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ ഞാൻ പറയുന്നു, അമ്പലപ്പുഴയുടെയും ആലപ്പുഴയുടെയും കേരളത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിൽ നിങ്ങൾ ഒന്നിച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ പുതിയ ചരിത്രം പിറക്കും. ആ ചരിത്രത്തിന്റെ പേരാണ് ജി സുധാകരൻ സാറ്.
ഈ മണ്ഡലത്തിൽ ജയിച്ചു വരാൻ. അത് ജയിപ്പിക്കുമല്ലോ, അത് ഏറ്റല്ലോ. കേരളത്തിൽ ഒന്നാകെ ആഞ്ഞു വീശുക, കേരളത്തിൽ ഒന്നാകെ. ഇപ്പൊ സുധാകരൻ സാർ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കാരനുമാണ്. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കകത്തുമാണ്. പിന്നെ ടി.കെ. ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്തും പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കകത്തും. അപ്പൊ പാർട്ടിക്കാരെ വേണ്ട എന്നുള്ളതും ജനങ്ങൾക്കാരെ വേണ്ട എന്നുള്ളതും കൃത്യമായി മനസ്സിലാവുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറ്റണം. നമ്മുടെ ഉത്തരവാദിത്വമാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമല്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകന്റെയും ആത്മാഭിമാനത്തിന്റെ ഉത്തരവാദിത്വമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ജയം. അത് നിങ്ങൾ ജയിപ്പിക്കുമല്ലോ. അപ്പൊ നമുക്ക് റോഡ് ഷോ തുടങ്ങാം. ഈ തണുപ്പത്തും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ